അത് ഒന്ന് മാത്രമല്ലല്ലോ, അത് ഘടകങ്ങളിൽ ഒന്ന് മാത്രമാണ്. ഫ്രീബി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 10,000 രൂപ തിരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുൻപാണ് 1.5 കോടിയോളം സ്ത്രീ വോട്ടർമാരുടെ കൈകളിലേക്ക് ബാങ്കുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്, അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് 1.5 കോടി. ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് പഴയ സ്കീമാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന പണയപ്പഴ കൊടുക്കുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം. ഇതൊരു ഘടകം മാത്രമാണ്. SIR ഘടകമുണ്ട്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാനിപ്പുലേഷനുണ്ട്. ബേസിക്കലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നീതിപൂർവമായ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ഏജൻസിയായിട്ട് ഇന്ത്യയിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം ജനാധിപത്യത്തിൻ്റെ. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടെ കൂട്ടായി ഇരുന്നുകൊണ്ട് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നടപടിയിലേക്ക് പോകണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇത് ഇങ്ങനെ ഓരോ സംസ്ഥാനത്തും ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ സാഹചര്യം വരുന്നത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കൂട്ടായിട്ടുള്ള വലിയ പ്രക്ഷോഭവും മൂവ്മെൻറ്റും രാജ്യത്ത് ആവശ്യമാണ്, ജനാധിപത്യം സംരക്ഷിക്കാനുള്ള. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഇതിനകത്ത് ഒന്നിലും ഒരു കൂസലില്ല. ഉണ്ടെങ്കിൽ ഇത് അനുവദിക്കുമോ? തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് മോഡ് ഓഫ് കോഡൽ കോണ്ടാക്ട് വന്നു കഴിഞ്ഞ് വീടുകളിലേക്ക് നേരിട്ട് ക്യാഷ് 10,000 രൂപ, 20,000 രൂപ, ആദ്യത്തെ 10,000, പിന്നെ രണ്ടാമത്തെ 20,000 രൂപ എത്തിക്കുക ചെയ്തു. ഇതാണ്. പിന്നെ കൃത്യമായ വോട്ട് ചോർച്ചൽ നടന്നത്. കേരളത്തിൽ ആ ഒരു രീതി നടപ്പിലാക്കി കഴിഞ്ഞാൽ കേരളത്തിലും അല്ല, കേരളത്തിൽ നടപ്പിലാക്കാൻ അങ്ങനെ അനുവദിക്കുന്ന പ്രശ്നമില്ലല്ലോ. നമുക്ക് നോക്കാം. കേരളത്തിലെ രാഷ്ട്രീയം വ്യത്യസ്തമാണല്ലോ. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സാഹചര്യം ഒരുക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരും. SIR കോൺഗ്രസ് വലിയ രീതിയിൽ സംസാരിച്ചു. പക്ഷേ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആ മുഖ്യ സഖ്യകക്ഷിയായ RJD വിഷയത്തിൽ അവരും പറഞ്ഞിരുന്നു SIR വളരെ നന്നായിട്ട് ആദ്യം മുതൽ ഞങ്ങൾ 2 ആഴ്ചക്കാലത്തെ ക്യാമ്പയിൻ തന്നെ അതായിരുന്നല്ലോ ബീഹാറിൽ. തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ മറ്റ് വിഷയങ്ങളും ജനങ്ങളുടെ വിഷയങ്ങളും വന്നു എന്നുള്ളത് സത്യമാണ്. അതല്ലാതെ പിന്നെ SIR ഉന്നയിക്കാതിരുന്നില്ല. SIR കൃത്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. പരാജയത്തിന് ശേഷം നിങ്ങൾ പറയുന്ന വാദങ്ങളൊന്നും അല്ല, അത് ഞങ്ങളെല്ലാം ഇന്നലെ സംസാരിച്ചിരുന്നു തേജസ്വി യാദവുമായിട്ട്. അദ്ദേഹം ഞങ്ങളെക്കാൾ കൂടുതൽ ഈ ആരോപണം ഉന്നയിക്കുന്ന കൊടുത്തിട്ടാണ്. അവർ ബൂത്തുകളിലെ കൃത്യമായൊരു കണക്കും കൂടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അവർ 1-2 ദിവസത്തിനകം രംഗത്ത് വരും കൃത്യമായിട്ട്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിരുന്നൊരു ആരോപണം CPM-ന്റെ ഭാഗത്തുണ്ട്. അത് ഇപ്പോൾ ഇതിലെ കുറേ ആൾ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളവിടെ മത്സരിച്ചത് 55 സീറ്റിലാണ് കോൺഗ്രസ്. ഇടതുപക്ഷം മത്സരിച്ചത് 33 സീറ്റിലാണ്. CPM-ന് ആകെ ഒരു മുഖ്യമന്ത്രിയാണുള്ളത്. അദ്ദേഹം അവിടെ പോയിരുന്നോ? CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി എവിടെയായിരുന്നു? എത്ര ദിവസം ബീഹാറിൽ ചെലവഴിച്ചിട്ടുണ്ട്? ഇടതുപക്ഷത്തിൻ്റെ 33 സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. മുൻ മുഖ്യമന്ത്രിമാർക്ക് അവിടെ ചാർജ് ഉണ്ടായിരുന്നു. അവർ ഒബ്സർവർമാരുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കംപ്ലീറ്റായി കണ്ടിന്യൂസ് ആയി മല്ലികാർജ്ജുന ഖാർഗെയും അടക്കമുണ്ടായിരുന്നു. ഞാൻ പരമാവധി ദിവസങ്ങളവിടെ. പിന്നെ എനിക്കറിയില്ലായിരുന്നു ഗോവിന്ദൻ മാഷയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ ഞാൻ കേരളത്തിലേക്ക് വരാനേ പാടില്ല എന്നുള്ള ഒരു ഇൻഡാസ് ഗോവിന്ദൻ മാഷ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നില്ല എനിക്കറിയില്ലായിരുന്നു. തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ എൻ്റെ മണ്ഡലമായിട്ടുള്ള ആലപ്പുഴയിൽ ഇങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾക്ക് ഒന്ന് വന്നു പോകാനുള്ള അനുവാദം എനിക്കില്ലായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് ഗോവിന്ദൻ മാഷ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറിക്ക് ബാധകമല്ല താനും, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ബാധകമല്ല താനും. പക്ഷേ ഞാനവിടെ പരമാവധി ദിവസം ചിലവഴിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ മുന്നോട്ട് അതിൻ്റെ പാർട്ടി നേതൃത്വത്തിന് അറിയാം എത്രമാത്രം പ്രവർത്തിക്കുന്നു എന്നൊക്കെ അവർക്കറിയാമല്ലോ. അത് ഞാൻ അക്കൗണ്ടബിൾ ആവേണ്ട എൻ്റെ ലീഡർഷിപ്പിനോടല്ലേ, അവർക്കറിയാമല്ലോ. നിങ്ങൾക്ക് ഇതിങ്ങനെ ഓരോ ഇലക്ഷൻ കഴിയുമ്പോൾ ശക്തമായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടാവും പറയാൻ നിങ്ങൾക്ക്. അതൊക്കെ ഞാൻ ആ രീതിയിലേക്കാണ്, അതിലൊന്നും മറുപടിയില്ല.